എന്തൊക്കെ പറയണ്ടേ, സുഖങ്ങളൊക്കെ തന്നെ. എടേ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും നിങ്ങളൊരു ക്യാമറ പരിചയപ്പെടുത്താനാണ്. ഇത് ബൾബിൻ്റെ ആകൃതിയിലായിട്ടിരിക്കുന്ന ഒരു ക്യാമറയെ ബൾബ് ക്യാമറ എന്ന് പറയും. ഇത് നോർമലി നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ കറക്കിടാൻ പറ്റുന്ന ഹോൾഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഇത് ജസ്റ്റ് കറക്കി ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ ബൾബ് ക്യാമറയുടെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് തന്നെ സ്വയം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഒരു റൗണ്ട് ടൈപ്പ് ആയിട്ടുള്ളൊരു ഹോൾഡറാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റൗണ്ട് ടൈപ്പ് ഹോൾഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്കിനി ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് നമ്മുടെ ബൾബ് ക്യാമറ തന്നെയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്തൊരു ഹോൾഡറും കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കറക്കി ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഹോൾഡറിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വയർ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു എവിടെയെങ്കിലും ഒരു രണ്ട് ട്യൂബിൻ്റെ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബിൻ്റെ കൂടി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ ഈ ക്യാമറ സെറ്റ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും സിമ്പിളായിട്ട്. അതല്ല നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് B22E27 എന്ന പേരുള്ള ഒരു കണക്ടർ കിട്ടും. ഒരു ബൾബിൻ്റെ കണക്ടർ കിട്ടും. B22 to E27 എന്നാണ് തോന്നുന്നു ആ കണക്ടറിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഈ കണക്ടർ. ഈ കണക്ടർ നിങ്ങൾക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സാധാരണ ബൾബിൻ്റെ ഹോൾഡർ നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നിങ്ങളുടെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ബൾബ് ഉണ്ടല്ലോ, ആ ബൾബിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിനെ സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ റൗണ്ട് മാറിയിട്ട് പകരം കറക്കി ഇടുന്ന ടൈപ്പായിട്ട് മാറും നമ്മുടെ ഈ ഒരു ക്യാമറ. അതായത് ഈ ഒരു കണക്ടറിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ, അതായത് B22 to E27 എന്നുള്ളൊരു കണക്ടറാണ്. എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല, അങ്ങനത്തെ ഒരു കണക്ടറാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കുക. കാരണം ഓൺലൈനായിട്ട് ഏകദേശം 10-100 രൂപയ്ക്കകത്ത് വില വരുന്ന ഒരു കണക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം. എന്തായാലും ഈ ക്യാമറയുടെ കൂടെ ഇനി അടുത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു സ്ക്രൂവും കാര്യങ്ങളാണ്. പിന്നെ ഒരു ബുക്കും പേപ്പറും വരുന്നുണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്യാമറയാണ്. എന്നാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ലൈറ്റ് വരുന്നുണ്ട്, മോഷൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട്, AI ടെക്നോളജി വരുന്നുണ്ട്, പാൻ ചെയ്യാൻ പറ്റും, ടിൽറ്റ് ചെയ്യാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും എങ്ങനെയാണ് ഈ ക്യാമറ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതെന്നും കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 899 രൂപയാണ്. 899 രൂപയ്ക്ക് നിങ്ങൾക്ക് www.mytvm.in എന്ന വെബ്സൈറ്റ് വഴിയും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതല്ല നിങ്ങൾ ഇനി വാട്സപ്പ് വഴിയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 7306435846 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാലും മതി. 3-4 ദിവസം കൊണ്ട് ഈ സാധനം ഓർഡർ ചെയ്ത് നിങ്ങളെ വീട്ടിലെത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൂടി നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ ഒരു സാധാരണ ബൾബിടുന്ന ഒരു സ്പേസാണുള്ളത്. അപ്പോൾ അതിലുള്ള ബൾബിനെ ഞാൻ മാറ്റിയിട്ട് ഇതിനകത്ത് B22 എന്നുള്ള കണക്ടർ സെറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ടർ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം, സെറ്റ് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ നേരെ ആ ക്യാമറ സെറ്റ് ചെയ്ത ക്യാമറ നമ്മൾ ആ ഹോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്യാമറ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹോൾഡറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് V3060 Pro എന്നുള്ളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ക്യാമറ പ്രവർത്തിക്കണമെങ്കിൽ V360 Pro എന്നുള്ളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് V36 Pro എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്ത് വരുന്ന പെർമിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നെ പോവുക. അതിനുശേഷം നമുക്കിതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കിതിനകത്ത് മാക്സിമം 128 GB വരെയുള്ള മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. എന്നാലും നിങ്ങൾ മാക്സിമം 64 GB മെമ്മറി കാർഡ് ഇടുക. 64 GB മെമ്മറി കാർഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് HDയിലും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും, UHDയിലും നിങ്ങൾക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ UHDയിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി സ്റ്റോറേജ് കൂടുതൽ കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ അത് ഒന്ന് നോക്കി നിങ്ങളുടെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. മെമ്മറി കാർഡിനകത്ത് തന്നെ സേവ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ 64 GB മെമ്മറി കാർഡൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരാഴ്ച വരെയുള്ള റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. എന്തായാലും ഞാൻ എങ്ങനെയാണ് ഈ ക്യാമറ കണക്ട് ചെയ്യുന്നത് കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്യാമറ വാങ്ങിച്ചിട്ട് കണക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാതെ കുറച്ച് പേർക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് കണക്റ്റിംഗ് കൂടി ചെയ്യണമല്ലോ. അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഈ ക്യാമറ കണക്ട് ചെയ്യുന്ന 2 മെത്തേഡിലാണ്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഏഷ്യനെറ്റോ കേരള വിഷനോ ജിയോയുടെ ഫൈബറോ അങ്ങനെ എന്തെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി ആഡ് ചെയ്ത് അതായത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്ത് എവിടെ പോയി ഇരുന്നാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാണാനും ക്യാമറ കൺട്രോൾ ചെയ്യാനും സാധിക്കും. കാണുക മാത്രമല്ല ക്യാമറ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാൻ ചെയ്യാനും, അതായത് 360 ഡിഗ്രി പാൻ ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും, അതായത് താഴോട്ടും മുകളിലോട്ടും പോകാനും, അതുകൂടാതെ സൂം ചെയ്യാനും സാധിക്കും. അതാണ് PTZ എന്ന് പറയുന്നത്. പാൻ ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും സൂം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് ആദ്യത്തെ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല, എന്നാൽ നമ്മുടെ ഫോണിന് വൈഫൈ ഉണ്ട്. അതായത് ഫോണിൻ്റെ വൈഫൈ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കാം. ഇപ്പം നമ്മളെ ഫോണിലെ വൈഫൈ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ വൈഫൈ എത്ര ദൂരം കിട്ടുമോ അത്ര ദൂരം മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10-25 മീറ്റർ വരെ ഡിസ്റ്റൻസേ കാണത്തുള്ളൂ. അതായത് നിങ്ങൾ വീട്ടിൻ്റെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ വീട്ടിനകത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വൽസ് കാണാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് അതിനകത്ത് വൈഫൈ ഓണാക്കുക. വൈഫൈ ഓണാക്കിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് തുടങ്ങും, HCK എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിൽ ഒരു വൈഫൈയുടെ പേര് കാണാൻ പറ്റും. ആ വൈഫൈയുടെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കണക്റ്റ് ആവും. കണക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ V316 Pro ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ചില പെർമിഷൻ ചോദിക്കുന്ന പെർമിഷൻസ് നിങ്ങൾ അലോ കൊടുക്കണം. അലോ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽസ് കാണാൻ പറ്റത്തില്ല. അത് അലോ കൊടുക്കണം, നിർബന്ധമായിട്ടും അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് AP ഡയറക്റ്റ് കണക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. AP ഡയറക്റ്റ് കണക്ഷൻ. അപ്പോൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാൻ പറ്റും. ആ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ ഫിനിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ലൈവായിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ പാൻ ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും സൂം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ പാൻ ചെയ്യുന്നതും ടിൽറ്റ് ചെയ്യുന്നതും സൂം ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിൻ്റെ വൈഫൈ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടിൽറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നത്. പാൻ ചെയ്യുന്നു, ടിൽറ്റ് ചെയ്യുന്നു, സൂം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്യാമറ ഓണാകുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് നോക്കി. പിന്നെ ഇതിനകത്ത് നൈറ്റ് വിഷൻ ഉണ്ട്. നൈറ്റ് വിഷൻ എന്ന് പറയുമ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള ക്ലിയറും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്ലിയർ ഉണ്ട്. പിന്നെ നൈറ്റ് വിഷനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നൈറ്റ് വിഷൻ സമയത്ത് നമ്മൾ ഒരാൾ വരുന്നുണ്ട്, നൈറ്റ് വിഷനിലാണ് ക്യാമറ റെക്കോർഡിങ് കിടക്കുന്നത്, എന്നാൽ അതിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ അതിനകത്തുള്ള ലൈറ്റ് കത്തിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആളിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ലൈറ്റ് കത്തുമ്പോൾ ആ ഒരു നൈറ്റ് വിഷൻ മോഡ് എന്ന് പറയുന്നത് കളർ വിഷനായിട്ട് മാറും. അതായത് നമുക്ക് വിഷ്വൽസ് കളറായിട്ടിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മോഡിലേക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അതായത് എന്തെങ്കിലും ഒബ്ജക്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ലൈറ്റ് കത്തുന്നു, അതിനെ കളറായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യുന്നു. ആ ഒരു മോഡിലേക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിനകത്ത് നമുക്ക് എടുത്തു വരേണ്ട മറ്റൊരു പ്രത്യേകത, മൊബൈൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. മൊബൈൽ ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന ആൾ എങ്ങോട്ട് നീങ്ങുന്നോ അതനുസരിച്ചിട്ട് ക്യാമറ പയ്യെ നീങ്ങി അവരെ ക്യാപ്ചർ ചെയ്യും. അവർ വലത്തോട്ട് നീങ്ങി ക്യാപ്ചർ ചെയ്യും. അവർ ഇടത്തോട്ട് നീങ്ങുകയാണെങ്കിൽ അവർ ക്യാമറ ഇടത്തോട്ട് നീങ്ങിയിട്ട് അവരെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാക്കിയിടാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലാറം നോട്ടിഫിക്കേഷനൊക്കെ ഒരാളെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലാറം നമ്മുടെ ഫോണിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ അയക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് ക്യാമറ റെക്കോർഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ സമയത്തിൽ ഇത് എൻഡ് ആവണം, ക്യാമറ റെക്കോർഡിങ് എൻഡ് ആവണം, അപ്പോൾ ആ സമയങ്ങളിൽ മാത്രം നിങ്ങൾക്ക് റെക്കോർഡിങ് ഓൺ ആവുകയും ഓഫ് ആക്കുകയും ചെയ്യുന്ന രീതിയൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ രീതിയിൽ ഇത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പഠിച്ചു. ഇനി രണ്ടാമത്തെ രീതിയിൽ നമ്മളെ വീട്ടിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ, ഏഷ്യനെറ്റോ അല്ലെങ്കിൽ കേരള വിഷനോ അങ്ങനെ പോലുള്ള എന്തെങ്കിലും ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻ്റർനെറ്റ് കണക്ഷൻ കണക്ട് ചെയ്തിട്ട് നമുക്ക് ലോകത്ത് എവിടെയും പോയിരുന്ന് എങ്ങനെ കാണാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ V316 Pro എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി, എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലൂടൂത്തിൻ്റെ പെർമിഷനൊക്കെ ചോദിക്കും, അത് അലോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേക്കും QR കോഡ് ആഡ് എന്നും പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാമറയുടെയും ഒരു റൂട്ടറിൻ്റെയൊക്കെ വൈഫൈ റൂട്ടറിൻ്റെയൊക്കെ ഒരു പടം കാണിക്കും. അവിടെ നിന്ന് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വൈഫൈയുടെ പേര്, അതായത് വൈഫൈയുടെ ഇപ്പം നമ്മുടെ ഏഷ്യനെറ്റ് ആണെങ്കിലും കേരള വിഷൻ ആണെങ്കിലും വൈഫൈയുടെ പേര് അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നമ്മുടെ വൈഫൈ ഫോണുമായിട്ട് കണക്ട് ചെയ്യുക. വൈഫൈ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു പേജിനകത്ത് നിങ്ങളുടെ വൈഫൈയുടെ പേര് വരും. വൈഫൈയുടെ പേര് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് 4G ബാൻഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 5G ബാൻഡിലുള്ള ഇൻ്റർനെറ്റ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഏഷ്യനെറ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് 5Gയും 4Gയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷനകത്ത് തന്നെ 5Gയും 4Gയും കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ 5G സെലക്ട് ചെയ്യുക കേട്ടോ. അല്ല 5G അല്ല 4G സെലക്ട് ചെയ്യുക. 5G സെലക്ട് ചെയ്യരുത്. നിങ്ങൾ 5G സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കണക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ 4G സെലക്ട് ചെയ്യുക. 4G സെലക്ട് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ വൈഫൈ സെലക്ട് ചെയ്യുക. അതിൽ 4G ആണ് എടുക്കേണ്ടത്, 5G അല്ല. 4G സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് തെറ്റാതെ കൊടുക്കുക. വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ തന്നെ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്ന പാസ്വേഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു QR കോഡ് നിങ്ങളുടെ ഫോണിനകത്ത് ജനറേറ്റ് ആയി വരും. ആ QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ ആ ക്യാമറയുടെ, അതായത് ഓണായിരിക്കുന്ന ക്യാമറയുടെ, ഓഫായിരിക്കുന്ന ക്യാമറയിലെ ഓണായിരിക്കുന്ന ക്യാമറയുടെ ഒരു 10 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ ദൂരെ ഇതുപോലെ ഇങ്ങനെ കാണിക്കുക. അതായത് കറക്റ്റായിട്ട് ആ ക്യാമറയുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുക. നിങ്ങൾ ചരിച്ചും ഇടത്തോട്ടൊന്നും പിടിക്കരുത്. ക്യാമറയ്ക്ക് കാണാൻ പറ്റണം ഈ QR കോഡ്. അത് ഷേക്കൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളൊരു 10-15 സെൻറ്റിമീറ്റർ ദൂരെ വെച്ച് ഇങ്ങനെ ഒന്ന് കാണിക്കുക. കാണിക്കുമ്പോഴത്തേക്കും കണക്ഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് നോട്ടിഫിക്കേഷൻ ക്യാമറ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ബൈൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് കണക്ഷൻ കണക്റ്റ് ആവുന്നത് കാണിക്കും. കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ സക്സസ്ഫുള്ളായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആപ്പിൻ്റെ സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പാൻ ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും സൂം ചെയ്യാനൊക്കെ പറ്റും. നൈറ്റ് വിഷനുണ്ട്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാമറ. ഒരു വീടെന്ന് പറയുമ്പോൾ വീടിന് അത്യാവശ്യം ഉള്ള ഒരു ക്യാമറയാണ്. കള്ളന്മാരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ക്യാമറ വേണമെന്നുള്ള അത്യാവശ്യമാണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്യാമറയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന കണക്ടർ നിങ്ങൾക്ക് സെപ്പറേറ്റ് മേടിക്കാം. അതല്ല നമ്മളേതാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ടർ, അതായത് B22 to B22 to E27 കണക്ടർ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളേന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 60 രൂപയുള്ളൂ. അല്ലാതെ നമ്മുടെ ക്യാമറയുടെ വില എന്ന് പറയുന്നത് വെറും 899 രൂപയാണ്. ഫ്രീ ഡെലിവറിയാണ്, ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അതായത് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾ പ്രീപെയ്ഡ് ഓർഡറാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 50 രൂപ മുതൽ 100 രൂപയുള്ള, അതല്ല നിങ്ങൾ എക്സ്ട്രാ പ്രീപെയ്ഡ് ഓർഡറാണ് ചെയ്യുന്നതെങ്കിൽ 50 രൂപ മുതൽ 100 രൂപ വരെയുള്ള എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഓർഡർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 899 രൂപയാണ്. നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ www.mytvn.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം. അതല്ല നിങ്ങൾ വാട്സപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 7306 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 3-4 ദിവസം കൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങളെ വീട്ടിലിരിക്കും. എന്തായാലും ഈ ഒരു ബജറ്റിന് നല്ല കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കുക. നമുക്കിനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അധ്യായത്തിൽ കാണാം. അതുവരേക്കും ബൈ.